അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് അതിരൂപതയിലെ ആഞ്ചലൂസ് ഓൺലൈൻ പത്രത്തിലാണ് ഫ്രാൻസോ രൂപത ബിഷപ്പായ ജോസഫ് ബ്രണ്ണന്റെ സഹോദരന്റെ പത്രക്കുറിപ്പ് ശ്രദ്ധേയമായത്. ചാർലി കിർക്ക് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബിഷപ്പ് ജോസഫ് ബ്രണ്ണൻ വിസാലിയിലെ പ്രോലൈഫ് പ്രാർത്ഥന കൂട്ടായ്മയിൽ വെച്ച് ചാർലിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ബിഷപ്പും ചാർലി കിർക്കും തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ നിന്നാണ് ചാർലി കിർക്കിന്റെ ഭാര്യയും മക്കളും കത്തോലിക്കരാണെന്നും പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് കത്തോലിക്ക ദേവാലയത്തിൽ ഭാര്യയുടെ കൂടെ പോകാറുണ്ടെന്നും അവിടെയുള്ള കത്തോലിക്ക പുരോഹിതനെ താൻ വളരെ ബഹുമാനിക്കുന്നുണ്ടെന്നും പറഞ്ഞത്. ബിഷപ്പിനോടുള്ള സംഭാഷണത്തിൽ താൻ ഒരു കത്തോലിക്കനാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന താല്പര്യം പറയാതെ തന്നെ ചാർലി പ്രകടിപ്പിച്ചതായും ബിഷപ്പ് ബ്രണ്ണൻ പറയുകയുണ്ടായി. എന്നാൽ പിന്നീടൊരിക്കലാണ് ബിഷപ്പ് ജോസഫ് ബ്രണ്ണൻ തന്റെ സഹോദരനോട് പ്രസ്തുത സംഭവത്തെക്കുറിച്ച് സംസാരിച്ചതും പിന്നീട് ചാർലിയുടെ മരണശേഷമാണ് ബിഷപ്പിന്റെ സഹോദരൻ റോബർട്ട് ബ്രണ്ണൻ ഈ കാര്യം ലോസ് ആഞ്ചൽസ് ഓൺലൈൻ പത്രമായ ആഞ്ചലൂസിൽ പരാമർശിക്കുകയും ചെയ്തത്. ചാർലി കിർക്കിന്റെ മരണശേഷമാണ് ചാർലിക്ക് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന ചർച്ചകൾ പോലും നടക്കുന്നത്. അതേസമയം ചാർലി കിർക്കിന്റെ മരണശേഷം ആരിസോണയിലെ സ്കോട്ട് ഡെയിലിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ബെർണദത്ത ദേവാലയത്തിൽ കുടുംബവും ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.